ഞാൻ ഇന്ന് കുറച്ച് വെജിറ്റബിൾസ് എടുത്തിട്ടുണ്ട് കേട്ടോ. ക്യാരറ്റ്, ക്യാബേജ്, സ്വീറ്റ് കോൺ, അതുപോലെ പച്ചക്കപ്പലണ്ടി. ഇതൊക്കെ ഈ 4 ഐറ്റവും ഞാനൊന്ന് ആവിയിൽ വേവിക്കുന്നുണ്ട്. പിന്നെ അതിൽ ബീട്രൂട്ടും അരിഞ്ഞിട്ടുണ്ട് കേട്ടോ. ഞാൻ വലിയ കാര്യത്തിൽ ജൂലിയൻ കട്ടാണ് അരിഞ്ഞത്. അതിൻ്റെ ആ ഒരു നൈഫ് എൻ്റെ കയ്യിൽ ഉണ്ടായിരുന്നില്ല. ഞാൻ മാനുവലി അരിഞ്ഞ് നല്ല ബുദ്ധിമുട്ടായിരുന്നു കേട്ടോ. പിന്നെ അതിലേക്ക് വേണ്ട ഒരു ഡ്രസ്സിങ്ങിന് വേണ്ടിയിട്ട് തയ്യാറാക്കുക. ഒരു 2 വെളുത്തുള്ളി നന്നായി ചതക്കി അതിലേക്ക് 1 സ്പൂൺ ആപ്പിൾ സിഡർ വിനെഗറും 1 സ്പൂൺ നമ്മുടെ സോയ സോസും അതുപോലെ കുറച്ച് ചില്ലി ഫ്ലേക്സ് ഇട്ട് നന്നായി മിക്സ് ചെയ്യുക കേട്ടോ. ഈ മിക്സ് ചെയ്തത് നമ്മൾ ആവിയിൽ വെച്ച് വേവിച്ചതില്ലേ അതിലേക്ക് നമ്മൾ ചേർത്ത് കൊടുക്കാം കേട്ടോ. ആവിയിൽ വെച്ച് വേവിക്കുമ്പോൾ സവോളയും അതുപോലെ കുക്കുമ്പറും ആവിയിൽ വെച്ച് വേവിക്കേണ്ട കേട്ടോ. അത് പച്ച തിന്നാനാണ് ഏറ്റവും നല്ലത്. അപ്പോൾ ഞാൻ ഇതെല്ലാം കൂടി മിക്സ് ആക്കിയതിന് ശേഷം നമ്മുടെ ഡ്രസ്സിങ്ങും കൂടി ഇട്ട് മിക്സ് ആക്കിയിട്ട് വേണമെങ്കിൽ നമുക്ക് കുറച്ച് ഉപ്പും കൂടി ചേർത്ത് കൊടുക്കാം കേട്ടോ. നന്നായി മിക്സ് ആക്കിയിട്ട് നമുക്ക് സാലഡ് കഴിക്കാം. നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു കേട്ടോ ഈ ഡ്രസ്സിങ്. ഉപ്പിൻ്റെ കുറച്ച് കുറവുണ്ടായിരുന്നു. അത് നമ്മൾ ഉപ്പ് പിന്നീട് ചേർത്താൽ മതി. പിന്നെ ഇതിൻ്റെ കൂടെ ഞാൻ കഴിക്കാൻ വെച്ചത് സൂപ്പാണ്. പനിക്കൂർക്കയുടെ ഇല കൊണ്ടുള്ള സൂപ്പാട്ട തയ്യാറാക്കിയത്. വീട്ടിൽ നിന്ന് തന്നെ ടെറസിൻ്റെ മുകളിൽ നിന്ന് പനിക്കൂർക്ക പറിച്ചുകൊണ്ട് വന്നു. നന്നായി കഴുകിയതിന് ശേഷം ഒന്ന് ജസ്റ്റ് കുറച്ച് വെള്ളം എടുത്തിട്ടൊന്ന് തിളപ്പിച്ചു കേട്ടോ. ആ തിളപ്പിച്ചതിന് ശേഷം അതിൻ്റെ ഉള്ളിൽ നിന്ന് അതിൻ്റെ ലീഫൊക്കെ മാറ്റി വെള്ളം മാത്രം എടുത്തു കേട്ടോ. പിന്നെ അതിലേക്ക് വേണ്ടിയിട്ട് ഞാൻ ഇഞ്ചിയും വെളുത്തുള്ളി അതുപോലെ ക്യാരറ്റും ഞാൻ ചെറുതായി പീസായി കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട് കേട്ടോ. ഇതാണ് നമ്മൾ ബട്ടറിൽ സോട്ട് ചെയ്തിട്ട് ചേർക്കുന്നത്. ബട്ടറിലേക്ക് ആദ്യം ഇഞ്ചിയും വെളുത്തുള്ളിയും ചെറുതായി അരിഞ്ഞിട്ടൊന്ന് മൂപ്പിക്കുക കേട്ടോ. ഒന്ന് മൂത്ത് വരുമ്പോൾ നമ്മൾ ക്യാരറ്റും കൂടി അതിലിട്ടിട്ടൊന്ന് മിക്സ് ചെയ്യുന്നുണ്ട് കേട്ടോ. ക്യാരറ്റ് ഇടുന്നത് എന്തിനാണെന്ന് വെച്ചാൽ നമ്മൾ വെള്ളം മാത്രമല്ല എടുത്തിരിക്കുന്നത്. അപ്പോൾ നമ്മളിങ്ങനെ സൂപ്പ് കഴിക്കുമ്പോൾ എന്തെങ്കിലുമൊക്കെ ഒന്ന് കടിക്കാൻ കിട്ടുന്നത് നല്ലതാണല്ലോ. അത് കാരണം ഞാൻ ക്യാരറ്റ് എടുത്തതാണ് കേട്ടോ. നന്നായിട്ടൊന്ന് മിക്സ് ആക്കിയതിന് ശേഷം നമ്മുടെ വെള്ളം ഉണ്ടല്ലോ അത് ഇതിലേക്ക് ചേർത്ത് കൊടുക്കുക ചെയ്യണം. അതിന് മുമ്പായിട്ട് കുരുമുളക് പൊടിയും അതുപോലെ കുറച്ച് ജീരകത്തിൻ്റെ പൊടിയും ഞാനിതിൽ ചേർത്തിട്ടുണ്ട് കേട്ടോ. കുരുമുളക് എരിവിന് വേണ്ടി ചേർത്തതാണ്. ഇൻ കേസ് പച്ചമുളക് ചേർത്താലും മതി. അങ്ങനെയാണെങ്കിൽ ഇഞ്ചിയും വെളുത്തുള്ളിയും ചേർക്കുന്നതിൻ്റെ ഒപ്പം തന്നെ പച്ചമുളക് ചെറുതായി എരിഞ്ഞതും കൂടി ചേർക്കാം കേട്ടോ. നന്നായി മൂത്ത സ്മെല്ല് വരുമ്പോൾ നമ്മളിത് അരിച്ച് വെച്ചിരിക്കുന്ന നമ്മുടെ വെള്ളം ഉണ്ടല്ലോ അത് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം കേട്ടോ. എന്നിട്ട് നന്നായിട്ട് മിക്സ് ചെയ്യുക. കുറച്ച് ഉപ്പിട്ട് ചേർത്ത് കൊടുക്കുക. ഈ സൂപ്പ് അത്ര ടേസ്റ്റ് എന്ന് പറയാനൊന്നുമില്ല, കാരണം അത്ര ടേസ്റ്റൊന്നുമില്ല. പക്ഷേ ഇത് ഹെൽത്തിന് വളരെ നല്ലതാണ്. ഇപ്പോഴത്തെ കാലത്ത് ഇപ്പോഴത്തെ സീസൺ എന്ന് പറയുന്നത് കോൾഡിൻ്റെ സീസണാണല്ലോ. അപ്പോൾ ഒക്കെ നമ്മുടെ പനിക്കൂർക്കയുടെ ഇല വളരെ നല്ലതാണ്. ഞാൻ കുറച്ച് ഉപ്പും കൂടി ഇട്ടു കേട്ടോ. പിന്നെ 1 സ്പൂൺ ഞാൻ നമ്മുടെ റാഗിയുടെ പൊടി ഉണ്ടല്ലോ അത് നന്നായി വെള്ളത്തിൽ കട്ടിയില്ലാതെ മിക്സ് ആക്കിയതിന് ശേഷം തിളച്ചുകൊണ്ടിരിക്കുന്ന നമ്മുടെ സൂപ്പിലേക്ക് അത് അങ്ങോട്ട് ചേർത്ത് കൊടുത്തു കേട്ടോ. ഇത് ചെയ്യുന്നത് കുറച്ചൊരു കട്ടി കിട്ടാൻ വേണ്ടിയിട്ടാണ്. ഞാൻ 1 സ്പൂൺ എടുത്തത് 2-3 സ്പൂൺ ചേർക്കാം കേട്ടോ. വേണമെങ്കിൽ കുറച്ചും കൂടി കട്ടി വേണമെങ്കിൽ കുറച്ചും കൂടി റാഗിയുടെ പൗഡർ നമുക്കിതുപോലെ വെള്ളത്തിൽ കലക്കിയിട്ട് ഒഴിച്ചു കൊടുക്കാം കേട്ടോ. നന്നായി തിളയ്ക്കുക. അപ്പോൾ നമ്മുടെ റാഗി സൂപ്പ് ഇവിടെ റെഡി ആയിട്ടുണ്ട് കേട്ടോ. ടേസ്റ്റല്ല, ഇതിൻ്റെ ഗുണമാണ് മുഖ്യം. അപ്പോൾ ഞാൻ ഡിന്നർ കഴിക്കുന്നത് റാഗിയുടെ സൂപ്പാണ് കഴിക്കണേ. പനിക്കൂർക്ക സൂപ്പാണ് കഴിക്കണേ. കൂടെ ഈ സാലഡും കേട്ടോ. സ്റ്റൊമക്ക് ശരിക്കും പറഞ്ഞാൽ നല്ല ഹെവി ആവും.